ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കേന്ദ്ര സർക്കാരിൻ്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം 369 രൂപ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഹരിയാന, 400 രൂപ. ഏറ്റവും കുറവ് അരുണാചൽ പ്രദേശ്. ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനി. 274 ഉപഗ്രഹങ്ങളാണ് ശനിക്കുള്ളത്. നിലവിൽ വ്യാഴത്തിന് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട 95 ഉപഗ്രഹങ്ങളുണ്ട്. വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ടോവിനോ തോമസ്. ലോകത്തിലെ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. ചിത്രം വരച്ചത് MF ഹുസൈൻ. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. ഡെൻമാർക്കിൽ നിന്നുള്ള എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്ത്യൻ ആൻഡേഴ്സിന്റെ ജന്മദിനമാണ് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത്. വർദ്ധിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ അവബോധം സൃഷ്ടിക്കാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. 2025 ലോക കാലാവസ്ഥാ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. 2024 ജൂൺ 30 ഉരുൾപൊട്ടൽ നടന്നത്. ISRO പുറത്തിറക്കിയ ലാൻഡ് സ്ലൈഡ് അറ്റ്ലസ് പ്രകാരം രാജ്യത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളത്തിന്റെ സ്ഥാനം 6-ാമതാണ്. ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ സന്ദർശിച്ചതിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നിലവിൽ വന്ന ശതാബ്ദി സ്മാരക മ്യൂസിയമായ വനജാക്ഷി മന്ദിരം നാടിന് സമർപ്പിച്ചത് ഗാന്ധിജിയുടെ ചെറുമകനായ തുഷാർ ഗാന്ധി. ഏതു മലയാള സാഹിത്യകാരന്റെ കൃതികളും അഭിമുഖങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി റീഡർ പുറത്തിറക്കുന്നത്? MD വാസുദേവൻ നായർ. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. 2025 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച ആര്യ സമാജത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ഏപ്രിൽ 10 നടക്കുന്നത്? 150ാമത് വാർഷികം. 1875 ഏപ്രിൽ 10 ആര്യ സമാജം സ്ഥാപിച്ചത്. 2026-2027 അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 3 വർഷമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്നതിനായി സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി പരിരക്ഷ. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതി സമാശ്വാസം പദ്ധതി. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായി വാഹനം ഓടിക്കാവുന്ന രാജ്യം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49ാമത്.
2025 നീതി ആയോഗിന്റെ ധനകാര്യ ആരോഗ്യ സൂചികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഒഡീഷ, കേരളം 15-ാമത്. 2025 50-ാമത് ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി വയലാർ രാമവർമ്മ. 2025 ഏപ്രിൽ മാസത്തിൽ ഭീകരാക്രമണത്തെ തുടർന്ന് 27ഓളം പേർ കൊല്ലപ്പെട്ട പഹൽഗാം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ലോക ഭൗമ ദിനം ഏപ്രിൽ 22-ന്. 2025 ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി, നമ്മുടെ ഗ്രഹം, നമ്മുടെ ഊർജം, നമ്മുടെ ഭൂമി. ലോകത്ത് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യം അയർലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 148. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം തേയില കയറ്റുമതിയിൽ 1-ാമത് കെനിയ, 2-ാം സ്ഥാനത്ത് ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ്. ലോക മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 25-ന്.